എന്താ ഒരു പരുങ്ങലോടെയാണല്ലോ വരവ്? എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ പരമസുഖം. പിന്നെ അതായത് പറഞ്ഞോളൂ. പറയുന്ന വിഷമം തോന്നരുത്. ഇതിലും വലിയ വിഷമം ഇനി എനിക്ക് എന്താ വരാനുള്ളത്? ഈ പപ്പനാവന്റെ ശരീരം ഉടനെ ഒഴിഞ്ഞു തരണം. ഒഴിഞ്ഞു തരാനോ? ആർക്ക്? ആർക്കും തങ്ങാനും താമസിക്കാനൊന്നുമല്ല, കൊണ്ടുപോയി ദഹിപ്പിക്കാനാ. ഇത് വിട്ടിട്ട് ഞാൻ അവിടെ പോകാൻ? മരിച്ച പപ്പനാവന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. മൃതശരീരത്തിന് ശേഷക്രിയ അതെങ്ങനെ ശാന്തി ലഭിക്കുക? കുറച്ചു നാളുകൂടിയല്ലേ, അയാളോട് ക്ഷമിക്കാൻ പറ. അതൊന്നും പറഞ്ഞാ പറ്റില്ല പപ്പ. ആ ആത്മാവ് അവർക്കൊന്ന് ബഹളം കൂട്ടുക, ഇരിക്കപ്പെടുക തരുന്നില്ല. ഇപ്പൊ പുലിവാല് പിടിച്ചിരിക്കുന്നത് ഞാനാ. ഇതുമായിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇണങ്ങി വന്നതായിരുന്നു. അന്യന്റെ ദേഹം വെറുതെ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പപ്പ? നീ വാ, നമുക്ക് ഉടനെ പോവാം. എന്നാ ശരി. വീണ്ടും മരിച്ച്. ഇനി താമസിപ്പിക്കണ്ട. താമസിപ്പിച്ച അപകടമാണ്. എന്താണ് കിളിക്കുന്നത്? വേഗം ഒരുക്കണ. ഒറ്റ വീക്കുന്നുണ്ട്. വേഗം പോയി ഒരുക്കണ. കേൾക്കുന്നുണ്ടോ? കൊണ്ട കൊള്ളി വെച്ചിട്ട് വേണം സമ്പാദ്യമൊക്കെ വീതിച്ചെടുക്കാൻ. വരട്ടെ, ഇവനൊക്കെ എന്റെ കൈ വരും. എന്റെ കൈ വരാതെ ഇവനൊക്കെ എവിടെ പോകാനാ? ഇപ്പൊ ആരും മരിക്കാറൊന്നുമില്ലേ? ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് നാട്ടിൽ തന്നെ വേണ്ടേ? ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് രാത്രി ആള് മരിക്കാറുണ്ട്. ആരാ? സർക്കിൾ ഇൻസ്പെക്ടറാ. ആള് മിടുക്കനാ, ചെറുപ്പവാ. പക്ഷെ എന്ത് ചെയ്യാൻ, മിടുക്ക് കാണിക്കാൻ കയ്യിൽ ആയുസില്ലാതെ പോയി. പേര് ദേവദാസ് എന്നാ. സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ്. എന്താ നോക്കിയെന്ന് കണ്ണു വയ്ക്കാണോ? ഓ, കണ്ണു വയ്ക്കാൻ പറ്റിയ വേഷം തന്നെ. എന്താ കുഴപ്പം? കൊള്ളാം കൊള്ളാം. കള്ള ഷാപ്പ് കോൺട്രാക്ടറെ പോലെ ഇരിക്കുന്നു. ആണാണെന്ന് തോന്നുന്നുണ്ടല്ലോ, അത് മതി. ദേ, ഇതൊന്ന് ഇട്ട് നോക്കിയേ. എന്താ? എന്തോ നോക്ക്. ഒരാള് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. ആളാരാണെന്ന് ഇപ്പൊ പറയുന്നില്ല. ആളെ പറയണ്ട. അയാളോട് എനിക്ക് ഇപ്പൊ ഉള്ള സ്നേഹം കളയേണ്ടി വരും. നല്ല ജീൻസ്. ആ, എങ്കിൽ നീ എടുത്തോ. കാണുന്നവർക്ക് രസം ഉണ്ടാവും. മനുഷ്യന്മാരിടുന്നൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഇനി നമ്മുടെ ഈ നാടൻ വേഷത്തിന്റെ ഐശ്വര്യം മറ്റെവിടെ കിട്ടാനാ? നീ ഒരു കാര്യം ചെയ്യും, ഇതപ്പുറത്തെ ആ പഞ്ചാബി ചെറുക്കനോണ്ട് കൂടെ, എന്നിട്ട് അവനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ കൊലവിളി നിർത്താൻ. എന്ത് കൊലവിളി? കേട്ടില്ലേ? അത് പാട്ടല്ലേ? ഇതിന് പാട്ടെന്നാ പറയാ? മനഃപൂർവ്വം വെക്കുന്ന റാസ്കൽ. ഇതെന്ത് പാടാ? അവർക്ക് അവരുടെ വീട്ടിൽ പാട്ടും വെച്ചൂടെ? വെക്കാം, പാട്ടും വെക്കാം, കൂത്തും നടത്താം. ഇതൊക്കെ അവന്റെ വീട്ടിൽ മാത്രം കേട്ടാ പോരെ? കണ്ട പഞ്ചാബിൽ നിന്ന് ഒറീസയിൽ നിന്ന് കയറി വന്നോളൂ മനുഷ്യനെ മനക്കെടുത്താൻ. അതിന് എന്നോടെങ്ങനെ ചൂടാവുന്നത്? അവനോടങ്ങ് നേരിട്ട് പറഞ്ഞൂടെ? പറയല്ല, അവന്റെ ചെവിക്കലടിച്ചു പൊട്ടിക്കാൻ വേണ്ട റാസ്കൽ. 2 ദിവസം കൂടി സഹിച്ചാ പോരെ? ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപ് ഇനി അയൽവാസികളുമായി തല്ലു പിടിക്കണ്ട. അച്ഛനെ വിളിച്ചു പറഞ്ഞോ? ലീവ് സാങ്ഷനായ കാര്യം പറഞ്ഞു. നമ്മൾ എന്നാ പുറപ്പെടുകയെന്ന് ചോദിച്ചു. ഞായറാഴ്ച ഇവിടുന്ന് പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇനി നാളെ അതിന് മാറ്റം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഞായറാഴ്ചക്കകം ചാർജ് എടുക്കാൻ വേറെ ആള് വന്നേക്കും. ഏതായാലും ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. പിന്നെന്തിനാ അതിനു മുൻപ് ഒരു ലീവും ഒരു ചാർജ് ഏൽപ്പിക്കലും ഒക്കെ? നിന്റെ കണ്ണീരും നാട്ടിൽ നിന്നുള്ള നിരന്തരമായ വിളിയും കൊണ്ടാ ഞാൻ ഈ ജോലി കളയാന്ന് വെച്ചത്. പിരിയുന്നതിന് മുമ്പ് എന്റെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തു തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ ഭയങ്കര ഭാഗ്യവതിയാ. എന്നെ പോലെ ഇത്ര സ്വഭാവ ഗുണമുള്ള ഒരു ഭർത്താവിനെ ലോകത്തിൽ ഒരു പെണ്ണിനും കിട്ടിക്കാണില്ല. അത് അവനും തന്നെ പറഞ്ഞാ മതി. ഹലോ, അതെ, ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. ആ, പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി തന്നെ പോണം. ഇല്ല, മാറ്റി വയ്ക്കാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ചേടാ, ഓരോ പുലിവാലുകള്. എന്താ സാർ പ്രശ്നം? കാണണ്ട എവിടെ? ഞാൻ ചുമ്മാ വന്നതാ. ചുമ്മാതെ
അങ്ങനെ ചുമ്മാ ഒന്നും വരണ്ട. ഓ, മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ദൈവത്താണ് ഒരു ഉദ്ദേശമില്ല. അല്ല, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല. എടോ, തനിക്കൊന്നും പോലീസ് പണി പറ്റില്ലടോ. പോലീസിന്റെ വേഷം ഇട്ടാ പോലീസിന്റെ ജോലി ചെയ്യണം, അല്ലാതെ സിനിമ കാണുകയല്ലേ വേണ്ട. തന്റെ പേരിലുള്ള സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല. തിരക്കില്ല, സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോണം. ആ, താങ്ങോട്ടെ. അകത്തൊന്ന് പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ച. അത് തരാ കമ്മീഷണർ ആയി ജോലുണ്ടോ? വെറുതെ അകത്തൊന്ന് പറഞ്ഞ വെറുതെ പറയുന്നത് ഇപ്പൊ എന്താ? നീയാണ് അയാളെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആരെ? ആ കുട്ടനെ. ഞാനെങ്ങനെ അയാളെ വഴക്കു പറയാ? താഴെ ഇവിടുന്ന് പോരാന്ന് നിൽക്കുക. സസ്പെൻഷനായ ഒരുപാട് പോലീസുകാരുണ്ട്. എല്ലാരും പാവങ്ങളാ. എല്ലാരും പിടിച്ച് നിർത്തിക്കോ. കുട്ടൻ അവരെ പോലൊന്നുമല്ല, പഞ്ചപാവ. നമ്മുടെ മോളെന്ന് വെച്ച ജീവനാ. കാണും കാണും, ജീവൻ കാണും. പ്രത്യേകിച്ച് സസ്പെൻഷൻ വയ്ക്കുമ്പോ. മോൾക്ക് ഐസ്ക്രീമും കാഡ്ബറീസും ഒക്കെ മേടിച്ചെന്നത് മോൾ ഡാഡിയോട് പറഞ്ഞോ? പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞില്ല. അയ്യോ, എന്റെ കാശ് കളഞ്ഞല്ലോ. മോളെ, ആ അങ്കിളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. അങ്കിള് നല്ല അങ്കിളാണ്, അങ്കിള് മിഠായി മേടിച്ചു തരും, പിന്നെ അങ്കിളുടെ ജോലി മോളെ ചത്തില്ലേ. താഴെ വരെ പോയില്ലേ? മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. തനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വീട്ടിലിരിക്കുന്നത് പിടിക്കുന്ന ഒന്നല്ലേ സാർ? ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ പറഞ്ഞു വിട്ടാലും പോകില്ലേ? ഇതേ അവസാനമായിട്ട് പറയാ, മേലെ തന്നെ ഇവിടെ കണ്ടുവരുത്. ശരി സാർ. അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണമല്ലേ? തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ. ടിക്കറ്റോ? എന്ത് ടിക്കറ്റ്? അല്ല, സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തന്നോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. കുട്ടൻ ചെല്ലു. നീ എന്താ കരുതിയിരിക്കുന്നത്? അവനെ കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യിക്കാന്നോ? ഞാനൊന്നും പറഞ്ഞതല്ല, അയാള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ബന്ധുക്കൾ ആരോ റെയിൽവേയിലുണ്ടെന്ന്. ഒന്നുണ്ട്, അവന്റെ അമ്മായിയപ്പൻ റെയിൽവേ മന്ത്രി. പിന്നെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ അവനെ ഇവിടെ കണ്ടുവരുത്. ആ, ഞാൻ രാത്രി വരാൻ വൈകും. മോളെ, ഡാഡി പോന്നു. എന്നോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ പുറകിന്ന് വിളിക്കരുതെന്ന്? സാരമില്ല. എന്താ മോളെ? മോക്ക് പാവ വേണം. എന്ത് പാവ വേണ്ടേ? നാട്ടിൽ ചെല്ലുമ്പോ മുത്തച്ഛനെ കാണിക്കാനാ. കുട്ടിയാനയുടെ പാവ. എന്തിനാ മോളെ കുട്ടിയാനയുടെ പാവ? മമ്മിയില്ലേ? ശരി, ഡാഡി വരുമ്പോ പാവ വാങ്ങിച്ചിട്ട് തൽക്കാലം മോക്ക്. മിസ്റ്റർ സൈമൺ, നിങ്ങൾ 3 ബാച്ചുകളെ പിരിക്കുക. എന്നിട്ട് ഇതിൽ തന്നെ പതുങ്ങിയിരിക്കുക. എന്റെ നിർദ്ദേശം കിട്ടിയാലുടൻ കോട്ടയിൽ കയറി ആക്രമിക്കുക. ഒരൊറ്റവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഗോ. യെസ് സർ.
ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി. മിടുക്കനാണെന്ന് പറയാ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ പുലി എന്ന് പറയുന്നവൻ നീയാണല്ലേ? എല്ലാവരും ഓമനിച്ച് വിളിക്കുന്നത് അങ്ങനെയാണ്. കാണുന്നതിന് മുമ്പ് നീ ഒരു ഭയങ്കരനാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എലി എന്ന പേരാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ഇത് എന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ലീവിൽ പ്രവേശിക്കുന്നത് കേട്ടല്ലോ. ഇതൊക്കെ ഞാനിങ്ങനെ അറിയുന്നതായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നെപ്പോഴും ആളല്ലേ മിസ്റ്റർ ദേവദാസ്? നീ വീരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അയ്യോ, അത്രയ്ക്കൊന്നും ഞാനില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നേക്കാൾ 1000 മടങ്ങ് പാവമാണ് ഞാൻ. ആട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. നിനക്ക് ജയിലിൽ ഞാനൊരു കൂട് പണിതിട്ടുണ്ട്. ഇനി നിന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റാം. എന്തിനാ മിസ്റ്റർ ദേവദാസ് നാം തമ്മിലുള്ള സ്നേഹം കളയുന്നത്? സ്നേഹമോ? ആര് തമ്മിൽ? എന്നെ തെരുവരാത്ത എല്ലാ പോലീസുകാരോടും എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കും. സ്നേഹിക്കുന്നവന് ചങ്ക് വരച്ചു കൊടുക്കുവാനും തയ്യാറാണ് ഈ പുലി. എങ്കിൽ എന്റെ കൂടെ സ്ഥലം വരെ വരണം. എവിടേക്കാ? ജയിലിലേക്ക്. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പുലിയെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ കന്യാണ് നീ. എന്താ നോക്കി നിൽക്കുന്നത്? ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ നോക്കി നിൽക്കണ്ട, പോയി കയറിക്കോ.
അവിടെ സാർ സാർ മുമ്പിൽ സാർ